മുതിർന്നവരിൽ, അതായത് 60-70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളിൽ പലരും വീടുകളിലോ വീട് പരിസരങ്ങളിലോ ഉള്ള ഒരു ചെറിയ വീഴ്ചയിൽ നിന്ന് പോലും വളരെ മേജറായിട്ടുള്ള തെന്നി മാറിയിട്ടുള്ള ഒടിവുകളുമായി കാഷ്വാലിറ്റിയിലോ ഒപിയിലോ വരുന്നത് സർവ്വസാധാരണമായ ഒരു സംഭവമാണ്. പ്രായമാകുന്നതിനെയോ ഒരു പരിധിവരെ വീഴ്ചകളെയോ നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷേ ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥികൾക്ക് ബലം കുറയുന്ന ഒരു അവസ്ഥ, അതിന് തക്കതായ പ്രതിരോധം കൊടുക്കാൻ കഴിഞ്ഞാൽ ചെറിയ വീഴ്ചയിൽ നിന്നും സർജറിയിലേക്ക് വരെ നീളുന്ന മേജർ ഒടിവുകൾ ഉണ്ടാവുന്ന അവസ്ഥയെ നമുക്ക് ഒരു പരിധിവരെ തടുക്കുവാൻ കഴിയും. അതിനായി ഈ അവസ്ഥയ്ക്ക് കാരണമായ ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥികൾക്ക് ബലം കുറയുന്ന അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് കൂടുതൽ പരിശോധിക്കാം. നമ്മുടെ ശരീരത്തിൽ ജനനം മുതൽ മരണം വരെ പുതിയ അസ്ഥികൾ ഉണ്ടാവുകയും പഴയ അസ്ഥികൾ ദ്രവിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ്, ഒരു ബാലൻസിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. എന്നാൽ പ്രായമാകുമ്പോൾ അതോടൊപ്പം മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈ അസ്ഥികൾ ഉണ്ടാകുന്ന പ്രോസസ്സ്, അസ്ഥികൾ ദ്രവിക്കുന്നതിനേക്കാൾ കുറയുകയും അതിൻ്റെ ഭാഗമായി അസ്ഥികൾക്ക് ബലം കുറയുകയും ചെയ്യാം. ഈ കണ്ടീഷനാണ് ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥികൾക്ക് ബലം കുറയുക എന്ന കണ്ടീഷൻ. ഇത് കൂടുതലായി കാണുന്നത് പ്രധാനമായും പ്രായം കൂടുമ്പോഴാണ്, അതായത് 60-65 വയസ്സിന് മുകളിൽ പ്രായമാകുമ്പോൾ. പിന്നീടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഓഫ് ആളുകൾ ആർത്തവ വിരാമം എത്തിയ, അതായത് പോസ്റ്റ് മെനോപോസൽ എത്തിയിട്ടുള്ള മുതിർന്ന സ്ത്രീകളാണ്. പിന്നീട് നമുക്ക് ഭക്ഷണത്തിൽ എല്ലിന് ബലം വയ്ക്കുന്ന കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കുറവ് കാരണം അത് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ അളവ് കുറയുമ്പോഴും, അല്ലെങ്കിൽ പുകവലി, അമിത മദ്യപാനം മൂലമോ, അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് പോലെയുള്ള അസ്ഥികളുടെ ബലം കുറയ്ക്കുന്ന മരുന്നുകൾ കുറെ നാളായി നമ്മൾ തുടർച്ചയായി എടുക്കുന്നത് കാരണം ഒക്കെ ഓസ്റ്റിയോപോറോസിസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാം. അതോടൊപ്പം തന്നെ ഇതിനൊരു പാരമ്പര്യമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും അസ്ഥികൾക്ക് ബലം കുറയുന്ന അവസ്ഥയോ അല്ലെങ്കിൽ അസ്ഥികൾക്ക് പെട്ടെന്ന് ഒടിവുണ്ടാവുന്ന അവസ്ഥയോ ഉണ്ടെങ്കിൽ അത് നമുക്കും ഭാവിയിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഓസ്റ്റിയോപോറോസിസിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ചെറിയ വീഴ്ചയിൽ തന്നെ എല്ലുകൾ ഒടിയുക, മേജർ ഒടിവുകൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നട്ടെല്ലുകൾക്ക് വളവുണ്ടാവുക, ഇത് മറ്റൊരു രോഗലക്ഷണമാണ്. അതോടൊപ്പം തന്നെ പ്രായമായവരിൽ പലരും പറയുന്ന സ്ഥിരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് നടുവേദന, കഴുത്തുവേദന, കാൽമുട്ടുകൾക്ക് വേദന, മറ്റ് സന്ധികൾക്ക് വേദന, ശരീരം മുഴുവനായിട്ടുള്ള വേദന, ഇതിനൊക്കെ ഒരു പരിധിവരെ ഈ ഓസ്റ്റിയോപോറോസിസും കാരണമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ എല്ലുകളുടെ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന സന്ധികൾക്കുണ്ടാകുന്ന തേയ്മാനം, കൈകാലുകളിൽ അതിനെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും, നട്ടലിൽ അതിനെ സ്പോണ്ടൈലോസിസ് എന്നും പറയും. ഇത് മൂന്നും കൂടി ചേരുമ്പോൾ, ഓസ്റ്റിയോപോറോസിസും സ്പോണ്ടൈലോസിസും ഓസ്റ്റിയോ ആർത്രൈറ്റിസും കൂടി ചേരുമ്പോഴാണ് പ്രായമായവരിൽ കോമണായി കാണുന്ന എല്ലാ ഇത്തരം ശാരീരിക വേദനകളും ഉണ്ടാകുന്നത്. സോ ഓസ്റ്റിയോപോറോസിസിന്റെ ചികിത്സയോടൊപ്പം തന്നെ മറ്റ് തേയ്മാനങ്ങളുടെ ചികിത്സയും ഒരുമിച്ച് നടത്തുന്നത് വളരെ പ്രാധാന്യപ്പെട്ടതാണ്. ഇനി ഓസ്റ്റിയോപോറോസിസ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. മിക്കപ്പോഴും ഓസ്റ്റിയോപോറോസിസ് ഉള്ള 90% ആളുകളിലും ഒരു വീഴ്ചയുണ്ടായി, ഒരു മേജർ ഒടിവുണ്ടായി ആശുപത്രിയിൽ എത്തുമ്പോൾ മാത്രമാണ് ഓസ്റ്റിയോപോറോസിസ് രോഗനിർണയം സംഭവിക്കുന്നത് തന്നെ. അതുകൊണ്ട് ഓസ്റ്റിയോപോറോസിസ് അതിൻ്റെ ഏർലിയർ സ്റ്റേജിൽ വെച്ച് തന്നെ കണ്ടുപിടിക്കുന്നതും അതിന് വേണ്ട ട്രീറ്റ്മെന്റുകൾ എടുക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ആരൊക്കെയാണ് എപ്പോഴാണ് ഓസ്റ്റിയോപോറോസിസിന്റെ ട്രീറ്റ്മെന്റിനായി അല്ലെങ്കിൽ നിർണയത്തിനായി ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത്? 60-65 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരും സ്ത്രീകളും, ആർത്തവ വിരാമമെത്തിയ സ്ത്രീകളും, അതോടൊപ്പം തന്നെ നമുക്ക് എപ്പോഴും ചെറിയ വീഴ്ചകളിൽ പോലും പല പ്രാവശ്യമായ അസ്ഥികൾ ഒടിയുന്ന അവസ്ഥയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് മേൽ പറഞ്ഞ പോലെ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഇനി ഓസ്റ്റിയോപോറോസിസ് നിർണ്ണയിക്കുന്നത്, ഒരു ഡോക്ടർ എങ്ങനെയാണ് അത് നിർണ്ണയിക്കുന്നത്? ഓസ്റ്റിയോപോറോസിസ് പലതരത്തിലുണ്ട്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, അങ്ങനെ പല ഗ്രേഡിലുണ്ട്. സിവിയർ ഓസ്റ്റിയോപോറോസിസ് ആയിട്ട് വരുന്ന ഒരാൾക്ക് സ്വാഭാവികമായും നട്ടെല്ലുകൾക്ക് വളവുകളോ അല്ലെങ്കിൽ ചെറിയ ഒടിവുകളോ ഉണ്ടായിട്ടുണ്ടാവാം. അവരുടെ എക്സ്റേകൾ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ എക്സ്റേയിലെ അസ്ഥിയുടെ കട്ടി അനുസരിച്ച് നമുക്ക് അവർക്ക് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിർണ്ണയിക്കാൻ സാധിക്കും. അതിലും താഴ്ന്ന ഓസ്റ്റിയോപോറോസിസ്, അതായത് ഓസ്റ്റിയോപോറോസിസ് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കണമെങ്കിൽ പുതിയതായിട്ട് ഉള്ള ഒരു ടെസ്റ്റാണ് ഡെക്സാ സ്കാൻ എന്ന് പറയുന്നത്. ആ ടെസ്റ്റിലൂടെ നമ്മൾ ഒരു 30-35 വയസ്സായിട്ടുള്ള ആരോഗ്യമുള്ള ഒരാളുടെ അസ്ഥിയുടെ ബലവുമായി നമ്മുടെ അസ്ഥിയുടെ ബലം താരതമ്യം ചെയ്യുകയും അതിൽ നിന്ന് എത്രത്തോളം നമ്മുടെ കുറഞ്ഞിരിക്കുന്നു എന്ന്
കണ്ടുപിടിക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി അവസാനമായി ഓസ്റ്റിയോപോറോസിസിന്റെ ചികിത്സകളിലേക്ക് കിടക്കാം. ഓസ്റ്റിയോപോറോസിസിന്റെ ചികിത്സകൾ പ്രധാനമായും 3 തൂണുകളാണുള്ളത്: ഭക്ഷണം, വ്യായാമം, ഒപ്പം മരുന്നുകൾ. ഭക്ഷണം എന്ന് പറയുന്നത് കാൽഷ്യവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. അതോടൊപ്പം വൈറ്റമിൻ ഡി, അത് ഭക്ഷണത്തിലൂടെയും പ്രോപ്പറായി സൂര്യപ്രകാശം കൊള്ളുന്നതിലൂടെയുമാണ് നമ്മുടെ ബോഡിയിൽ കൃത്യമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം താങ്ങിയുള്ള വ്യായാമം, വെയിറ്റ് ബെയറിംഗ് എക്സർസൈസ്, അതായത് നടത്തം, ഓട്ടം പോലെയുള്ള എക്സർസൈസുകൾ ചെയ്യുന്നത് വഴി നമ്മളുടെ അസ്ഥികളെ നമ്മൾ വീണ്ടും പുതിയ അസ്ഥികൾ ഉണ്ടാക്കുവാനുള്ള ഒരു ഉത്തേജനം കൊടുക്കുകയും ചെയ്യുന്നത് വഴി നമ്മുടെ ബോഡിയിൽ ഓസ്റ്റിയോപോറോസിസ് കുറയും. ഏറ്റവും അവസാനമായിട്ടുള്ളത് മരുന്ന് ചികിത്സ. അതിൽ കാൽഷ്യവും വൈറ്റമിൻ ഡിയും നമ്മൾ എക്സ്ട്രാ സപ്ലിമെന്റേഷൻ ആയിട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു ബേസിക് ചികിത്സയാണ്. അതോടൊപ്പം തന്നെ സിവിയർ ആയിട്ടുള്ള ഓസ്റ്റിയോപോറോസിസ് ഉള്ളവരിൽ നമ്മൾ എല്ല് ഫോം ചെയ്യുന്നത് കൂട്ടുവാനോ അല്ലെങ്കിൽ എല്ല് ദ്രവിച്ചു പോകുന്നത് കുറയ്ക്കുവാനോ ആയിട്ടുള്ള ഹോർമോണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും മറ്റ് അനുബന്ധമായിട്ടുള്ള പല ഗ്രൂപ്പ് ഓഫ് മരുന്നുകളും നൽകാറുണ്ട്. ഇതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓസ്റ്റിയോപോറോസിനോടൊപ്പം മുൻപേ പറഞ്ഞിട്ടുള്ള തേയ്മാനങ്ങളുടെ, അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സ്പോണ്ടൈലോസിസിനുള്ള ട്രീറ്റ്മെന്റ് കൂടി. അത് ചിലപ്പോൾ മരുന്നായിരിക്കാം, ഫിസിയോതെറാപ്പി ആയിരിക്കാം, ചിലപ്പോൾ സർജറി ആയിരിക്കാം. നമുക്കറിയാവുന്ന പോലെ മുട്ടുമാറ്റി വയ്ക്കൽ സർജറി പോലുള്ള സർജറികളാവാം. ഇവ 3നെയും ഒരുമിച്ച് ചികിത്സിച്ചാൽ മാത്രമേ പ്രായമായവരുടെ പല ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ് ഒരു നിശബ്ദ രോഗമാണ്. അതിൻ്റെ പ്രാരംഭഘട്ടത്തിലുള്ള കണ്ടുപിടുത്തവും അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ലൊരു ഡോക്ടറുടെയും ടെസ്റ്റുകളുടെയും സഹായത്തോടെ ഓസ്റ്റിയോപോറോസിസ് കണ്ടുപിടിക്കുകയും മരുന്നുകളുടെ സഹായത്തോടെ അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അതിനോടൊപ്പം ഏറ്റവും ഉപരിയായി ശരീരത്തിൽ പ്രായമാകുന്നതിനോടൊപ്പം മനസ്സിനെ പ്രായമാക്കാണ്ട് ചെറുപ്പമാകാൻ ഇരിക്കാൻ സാധിച്ചാൽ നമ്മുടെ മുതിർന്നവരുടെ ശിഷ്ടകാലം വളരെയധികം ചുറുചുറുക്കോടെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും.